മോർ ദാൻ കല്യാണത്തിന് ഏബിൾ ആക്കുക എന്നുള്ളതിന് ഉപരി ഒരു പെൺകുട്ടീനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാനാണ് പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഐ എം ആക്ച്വലി 45 ആൻഡ് ഐ ലവ് ടു വെയർ മൈ ഏജ് ആസ് എ ബാഡ്ജ് ഓഫ് ഹോണർ ബിക്കോസ് എനിക്കത് ഹൈഡ് ചെയ്യണമെന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഹോം മേക്കർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ പാഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ടിൻറ്റു മാഡം വിൽ ബി ഡെഫിനറ്റ്ലി ഇൻസ്പിറേഷൻ. 40s കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് കഴിഞ്ഞു, നോ, ഇവിടെ നിന്നാണ് നിങ്ങളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണേന്ന് ഞാൻ പറയും. ഹലോ എവറിബഡി, ദിസ് ഇസ് മീനാക്ഷി സുധീർ ഹിയർ. സോ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ സിഗ്നിഫിക്കൻറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് മിസ്, മിസ്സസ് ആൻഡ് ജൂനിയർ കാറ്റഗറിയിൽ സൗത്ത് ഇന്ത്യ 2025 എന്ന ഒരു ബ്യൂട്ടി പേജൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടായി. ആൻഡ് ഈ പല കാറ്റഗറീസിലായിട്ട് സൗന്ദര്യ കിരീടം നേടി വിന്നേഴ്സായ കുറച്ചധികം സുന്ദരികളാണ് എന്നോടൊപ്പം ഇന്നത്തെ ചാറ്റിൽ എന്നെ ജോയിൻ ചെയ്യുന്നത്. സോ ഓൺ ടു ദ ഷോ, ലെറ്റ് മീ വെൽക്കം ടിൻറ്റു ബിസി, മിസ്സസ് സൗത്ത് ഇന്ത്യ 2025, Dr. Chandini PK, Mrs. Star Lady of South India 2025, Arpita D, Miss Star Lady of South India 2025, Mehak Mansoor, Star Teen of South India 2025, ആൻഡ് നമ്മുടെ ഇന്നത്തെ കുട്ടി സ്റ്റാർ വേദിക ധനു, ജൂനിയർ സ്റ്റാർ ലേഡി ഓഫ് സൗത്ത് ഇന്ത്യ 2025. സ്റ്റാർ ലേഡി. ഓക്കെ, സോ ഈ 5 പേരാണ് ഇന്നത്തെ ചാറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഹാർട്ടി വെൽക്കം എല്ലാവർക്കും. അപ്പം ഈ ഒരു എന്താ പറയുക, സൗത്ത് ഇന്ത്യ ആൻഡ് സ്റ്റാർ ലേഡി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സോ സ്റ്റാർ ലേഡീസിനെ സെലക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഓഡിയൻസ് അല്ലേ, ഓഡിയൻസിൻ്റെ ഇഷ്ടം വെച്ചിട്ടാണ്. ആൻഡ് മറ്റേത് പ്രോപ്പർ കോമ്പറ്റീഷൻ പോലെയാണ് പോകുന്നത്. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ സിഗ്നിഫിക്കൻറ്റ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ നമ്മുടെ മിസ്സസ് സൗത്ത് ഇന്ത്യ ടിൻറ്റു മാഡത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ടെൽ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്യൂട്ടി പേജൻ്റ് എന്നുള്ളത് ഞാൻ ആദ്യം നോക്കിയത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ ഒരു ടൈറ്റിൽ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ സിഗ്നിഫിക്കൻറ്റ് ഫാഷൻ കമ്പനി എന്നുള്ള ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് നെയിം. ഈ 2 കാര്യങ്ങളുമാണ് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്യൂട്ടി പേജൻറ്റിലേക്ക് വരുന്നത്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് ബിഫോർ ദ പേജൻറ്റ് ആൻഡ് ആഫ്റ്റർ ദ പേജൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. എനിക്കെന്താ ചേഞ്ച് എന്ന് വെച്ചാൽ ടോട്ടലി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഒരു സെൽഫ് ഡൗട്ട് മാറി, ഇൻസെക്യൂരിറ്റി മാറി. ഇതുപോലെ ഒരു നമ്പർ 1 കമ്പനിയിലെ ഒരു ബെസ്റ്റ് സ്റ്റാർ ലേഡി ടൈറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ലല്ലോ. ഒരു 3 days അല്ലെങ്കിൽ 2 days കൊണ്ട് വന്ന ഞാനല്ല തിരിച്ചു പോകണം. അത്രയും കംപ്ലീറ്റ്ലി ചേഞ്ച്. സ്വന്തമായി ഇമ്പ്രൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന വെച്ച് എനിക്കൊരു ഭയങ്കര ചേഞ്ചിങ് പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ ഒരു പാക്കറ്റ്. എങ്ങനെയായിരിക്കും ഇപ്പൊ ബ്യൂട്ടി പേജൻസ് എന്ന് പറയുന്ന ഓരോരോ ബ്യൂട്ടി ടൈറ്റിൽസ് തരുന്ന കോമ്പറ്റീഷൻസ് ഒരു സ്ത്രീയുടെ എന്ന് ഞാൻ പറയുന്നില്ല, അതിൽ പങ്കെടുക്കുന്ന ഓരോ പാർട്ടിസിപ്പന്റിന്റെയും ഒരു കോൺഫിഡൻസ് ലെവലിനെ എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഡോക്ടർ ചാന്ദിനിക്ക് തോന്നുന്നത്? എനിക്ക് മനസ്സിലായിടത്തോളം ഒരാളെ അവരുടെ സ്വത്വത്തിൽ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് ശരിക്കും പേജന്റ് നമ്മളെ, എസ്പെഷ്യലി നമ്മൾ വിമൻസിന്റെ ഇടയിൽ നമ്മളെങ്ങനെ മറ്റൊരാളെ കമ്പയർ ചെയ്യാതെ നമ്മളാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് പേജന്റ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ സ്ത്രീരത്നങ്ങളും അവിടെ വന്നവരെല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ മുകളിലേക്ക് വന്നവർക്ക് തന്നെ എല്ലാവരും വേറൊരു കോൺസെപ്റ്റിലായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അവരുടെ സ്വത്വം നിലനിർത്തി അവർക്ക് ഒരു ടൈറ്റിൽ, ഈവൻ ടൈറ്റിൽ വിന്നർ അല്ലാത്തവർക്ക് തന്നെയും അവർ പറയുന്നത് ഞങ്ങൾ പ്രജന്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ ഡ്രീമായിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരു സോറി ഞാൻ കുറച്ച് നോ പ്രോബ്ലം പറഞ്ഞോ ഓൾറൈറ്റ്. ഓരോ സൗന്ദര്യ മത്സരവും ഡെഫിനറ്റ്ലി ഒരു പുറമെ കാണുന്ന ഭംഗിക്ക് പുറമെ ഉള്ളിലുള്ള ഒരു ഭംഗിക്കും കൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട് ഓരോ ബ്യൂട്ടി പേജൻറ്റും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ, ഞാനൊരു സ്ത്രീ എന്ന് മാത്രം ഡിഫൈൻ ചെയ്ത് പറയണില്ല, ഓരോ പാർട്ടിസിപ്പൻറ്റിൻ്റെയും പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസിനെ എങ്ങനെയായിരിക്കും അത് ബൂസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇത്തരം പെജൻസ് പ്രധാനമായിട്ടും അവരുടെ കോൺഫിഡൻസ്, ലൈക്ക് അവരവരുടെ ഒരാൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്താണോ കഴിവുള്ളത് അതിനെയായിരിക്കും അവർ ആ പ്ലാറ്റ്ഫോമിൽ മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പെജൻസിനും ഡിഫറെൻറ്റ് സെഷൻസ് ഉള്ളത്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഗ്രൂമിങ്
സെഷൻ മുതൽ നമുക്ക് ലാസ്റ്റ് വരുന്ന Q&A സെഷൻ വരെ ഓരോ കോണ്ടസ്റ്റൻറ്റും കടന്നു പോകുന്നത് അവരുടെ കഴിവിന് എന്തിനാണോ അതിനെ പെർഫോം ചെയ്യുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ആ കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടീൻ കാറ്റഗറിയിലാണ് മെഹക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഐ കെയിം ടു നോ മിസ് ടീൻ സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ കർണാടക, തമിഴ്നാടു അങ്ങനെ സൗത്ത് സ്റ്റേറ്റിൽ നിന്നും എല്ലായിടത്തു നിന്നും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ മലയാളികൾക്ക് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്, എല്ലാ കിരീടങ്ങളും മലയാളികൾ തന്നെയാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ബീങ് എ ടീനേജർ ഇറ്റ്സ് എ ഹ്യൂജ് പ്ലാറ്റ്ഫോം, ഒരു വലിയ എക്സ്പോഷർ ആണ്. സോ എന്തായിരുന്നു പേജന്റ് കഴിഞ്ഞപ്പോൾ മെഹക്കിനുണ്ടായ ഒരു ടേക്ക് അവേ? This pageant has taught me many things, especially to improve my confidence. It has really taught me to believe in myself no matter whatever comes in between. So this pageant was also truly an amazing experience. കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ it has taught me to accept the real me and so on. Yeah, all right. How was it meeting other friends from, co-contestants from other states? This pageant, I have made a lot of memories and also beautiful friendships. So meeting the contestants has also helped me cool down my nervousness in the backstage. So I really appreciate and thank every single contestants who have talked to me. ഓക്കെ, ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എൻ്റെ കണ്ണിന് മുഴുവൻ ഉടക്കിയിരിക്കുന്നത് നടുക്കിരിക്കുന്ന ആ ചുവന്ന കുപ്പായമിട്ട സുന്ദരിയിൽ തന്നെയാണ്. വന്നപ്പോൾ തൊട്ടിട്ട് ആളാകെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എന്താ ചോദിക്കുക, എന്താ പറയാമെന്ന് അറിയാണ്ട്. ഹായ് വേദു, ഇത് ഉറക്കെ പറ ഹായ്ന്ന്. ആ, ഇനിയിപ്പോ ഇന്ത്യ ലെവലിലേക്ക് പോകുമ്പോ ഈ എനർജി ഒന്നും പോരാ, കപ്പ് എടുത്തിട്ട് വരുമോ, കിരീടമായിട്ട് വരുമോ ഞങ്ങൾക്ക് വേണ്ടി? എന്താണ് വേദുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്? ട്രഡീഷണൽ റൗണ്ട്. വൈ? ഈ കിരീടം കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നോ? കിട്ടിയപ്പോ എന്ത് തോന്നി? കണ്ട എല്ലാ ഒറ്റ വാക്കിൽ ഉത്തരമാണ് വേദു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഒരു ടാലന്റ് റൗണ്ട് ഉണ്ടായിരുന്നിരിക്കുമല്ലോ ഇല്ലേ? പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ടാലന്റ് റൗണ്ട് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വേദുവിന് ചേച്ചി ഒരു ചെറിയ ടാസ്ക് തരട്ടെ. ഒരു പാട്ട് പാടിത്താ, ഒന്ന് ഓണാക്കിക്കേ. ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുക, ഞാനും ഇങ്ങനെ ഇരിക്കുക. ഒരു പാട്ട് പാടിത്താ, എല്ലാവരും കേൾക്കട്ടെ. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞോ, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ്റെ വിരിഞ്ഞോ, പോലെ നീ വിരിഞ്ഞോ, ഉള്ളിൽ ഒളിച്ചൊരു മോഹമല്ല, കള്ളത്തരങ്ങളിൽ പുള്ളികളെ കണ്ടതരം കൊണ്ടനായി, കൊണ്ടതിൽ മിന്നലായി, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തോടാം ഏറ്റവും എല്ലാടിലാണ് നീ. ഓ ക്യൂട്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാട്ടെങ്കിലും പാടി തന്നല്ലോ, താങ്ക് യു. ഓൾറൈറ്റ്, അപ്പോൾ ഇവരെല്ലാവരും ബ്യൂട്ടി പേജൻസ്. ഇപ്പം വേദു ആൻഡ് മെഹക്ക് ഇവർ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. വേദു 5th മെഹക്ക് 7th അല്ലേ? ഇവർ സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ബാക്കിയുള്ളവർ ദേ ആർ പ്രൊഫഷണലി വർക്കിംഗ്. ഞാൻ അറിഞ്ഞത് ടീച്ചേഴ്സ് ഉണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാഡം എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി ഞാനൊരു ബി എഡ് കഴിഞ്ഞു, സെറ്റ് ഉണ്ട്, ടെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഐ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ആസ് എ ഹോം മേക്കർ. അന്നത്തെ എൻ്റെ ഒരു തീരുമാനം അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ നിന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, അതർവൈസ് അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ സർട്ടൻ സിറ്റുവേഷൻസ് അതാണ് എന്നെ, ഞാൻ വിചാരിച്ചു ശരി ഓക്കെ ഇങ്ങനെ തുടങ്ങി നോക്കാമെന്ന് ചോദിച്ചു. പക്ഷെ ലേറ്റർ ഐ റിയലൈസ്ഡ് അതൊരു വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു ആ ഒരു ഡിസിഷൻ എന്നുള്ളത് മനസ്സിലായി.
ജോലി I sacrificed my career, my individuality, everything for family. And ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരെയും ഹാപ്പി ആക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അറ്റ് എ പോയിന്റ് ഐ റിയലൈസ് ദാറ്റ് ഐ എം നോട്ട് ഹാപ്പി. ലാസ്റ്റിൽ നമുക്ക് തോന്നും, ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സെൽഫ്ലെസ് ഡെഡിക്കേഷൻ ആസ് എ ഹോം മേക്കർ, ഐ സീരിയസ്ലി ഫെൽറ്റ് ഇറ്റ്സ് ടൈം ടു വാട്ട് ടു സേ നമ്മുടെ ഡ്രീംസിൻ്റെ പുറകെ പോവണം എന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് വന്നതുകൊണ്ടും എനിക്ക് നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് ഐ വാസ് ലൈക്ക് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഇങ്ങനെ ആ ഒരു ഇത് വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് തുടങ്ങി, ഭയങ്കര ഒരു ഒറ്റപ്പെടൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു എബവ് 40 കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നി തുടങ്ങിയത് നൗ ഇറ്റ്സ് ടൈം. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു പൊതുവെ സ്ത്രീകൾക്ക് ഒരു 40 കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബോൾഡ്നെസ് വരും, കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു ഏർജ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം നമുക്ക് എനിക്ക് തോന്നുന്നു 40s കഴിയുമ്പോഴാണ് അതിനുള്ള ഒരു ഇത് കിട്ടുക എന്നുള്ളത്. അപ്പം എനിക്ക് 2 മക്കളാണ്. മൂത്ത ആള് മെർച്ചന്റ് നേവിയിലാണ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇൻ 2nd സ്റ്റാൻഡേർഡ്. സോ ഐ തോട്ട് മൂത്ത ആള് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ഐ സ്റ്റാർട്ട് വർക്കിംഗ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ ഒരു ഏജിന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് തന്നെ വല്ലാതെ ഇതാക്കിയിരുന്നു. കാരണം എനിക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു സംഭവം വിത്തൗട്ട് ഹേർട്ടിങ് അതേഴ്സ് എനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്തത്. അങ്ങനെ കുറച്ച് ബ്യൂട്ടി പാജൻസ് ഒക്കെ ചെയ്തു. അതിൽ നിന്നാണ് ഞാൻ സ്ലോലി ഐ സ്റ്റാർട്ടഡ് ഇംപ്രൊവൈസിങ്, പോളിഷിങ്, അങ്ങനെ ചെയ്തു. ലാസ്റ്റ് ഇങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രസൻസിൽ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ റിയലൈസ്ഡ് എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സിഗ്നിഫിക്കൻ്റ് ഫോർ റെക്കഗ്നൈസിങ് മൈ ഇന്നർ സ്പാർക്ക്. തീർച്ചയായും എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രൂമിങ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു കോൾ ടു കം ഔട്ട്? സെൽഫ് ലവ്. ശരിക്കും വാസ് ദർ എനി പോയിന്റ് വേർ യു വർ ലൈക്ക് ഇതല്ല, ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട്, ലൈക്ക് ലൈംലൈറ്റ് ആയിരുന്നു പണ്ട് മുതലേ ഇഷ്ടം ഉണ്ടായിരുന്നത്? നോ, ആക്ച്വലി എനിക്ക് പണ്ട് മുതലേ ഇങ്ങോട്ടേക്ക് വന്ന് ചേരാന്ന് പറയില്ലേ, ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ 2004 മാതൃഭൂമിയുടെ ആരോഗ്യമാസികയുടെ കവർ പേജ് ആയിരുന്നു. ആണോ? അപ്പൊ തൊട്ടിട്ട് എനിക്ക് കുറെ ഇങ്ങനെ വരും, ഓഫേഴ്സ് വരുമായിരുന്നു. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടോ ടെൻഷൻ കൊണ്ടോ, ദ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, എസ്പെഷ്യലി ഫിയർ ഓഫ് സൊസൈറ്റി, അങ്ങനത്തെയൊക്കെ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. അന്ന് വളരെ ചെറുതാണ്. പിന്നെ നമുക്ക് അങ്ങനത്തെ ആ ഒരു ഇതിലുള്ള ആൾക്കാരുകളൊന്നും നമ്മുടെ വീട്ടിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ടുള്ള ഓഫേഴ്സ് എല്ലാം തന്നെ ഐ ഡിനൈഡ്. എനിക്ക് ഇപ്പോൾ വേണ്ട, ടെൻഷനാണ്, വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഉള്ളിൽ ഈ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ഫംഗ്ഷൻസിന് പോകുമ്പോഴും ഓരോ സ്ഥലത്ത് വെച്ചിട്ടും ആൾക്കാരിങ്ങനെ പറയും, സീറ്റിൻ ടു ഈ നിങ്ങളിങ്ങനെ ഇരിക്കേണ്ട ആളല്ല, അങ്ങനെ എപ്പോഴും കേട്ട് ആ ഒരു തോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡ്രീംസിൽ ഈ ഒരു സംഭവം, എസ്പെഷ്യലി ഇതേപോലെ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്, ഈ ക്രൗൺ, ഇതൊന്നും ഞാൻ ഒന്നും എന്നെ വരുമായിരുന്നു ഡ്രീം. സോ സ്ലോലി ഐ സ്റ്റാർട്ടഡ് ആ ഒരു മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ എത്തി. എല്ലാത്തിൻ്റെയും തുടക്കം ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു ഇതിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി സെൽഫ് റെസ്പെക്ട് ടു. അപ്പോൾ കാരണം അപ്പോൾ എനിക്ക് വേറൊരു പ്രത്യേകതയല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ത്രീകൾ ശരിക്കും ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മളെ റെസ്പെക്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാവും. മോർ ദാൻ കല്യാണത്തിന് ഏബിൾ ആക്കുക എന്നുള്ളതിന് ഉപരി ഒരു പെൺകുട്ടീനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാനാണ് പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ആ ഒരു സെൽഫ് ലവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഹോം മേക്കർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ പാഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ടിൻറ്റു മാഡം വിൽ ബി ഡെഫിനറ്റ്ലി ആൻ ഇൻസ്പിറേഷൻ. മേ ബി ഐ കൻ കോൾ യു ബ്യൂട്ടി ഇൻ 40s അല്ലേ? ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു മടിയേ ഇല്ല. ഐ എം ആക്ച്വലി 45 ആൻഡ് ഐ ലവ് ടു വെയർ മൈ ഏജ് ആസ് എ ബാഡ്ജ് ഓഫ് ഹോണർ. ബിക്കോസ് എനിക്കത് ഹൈഡ് ചെയ്യണമെന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം
ബിക്കോസ് അത് നമ്മൾ കടന്നു വന്നിട്ടുള്ള ജേർണിയാണ്. ദ ലെസൺസ് വി ഹാവ് ലേൺഡ് ആൻഡ് ദ സ്ട്രെങ്ത് വി ഹാവ് ഗെയിൻഡ്. ഇന്നത്തെ എന്നെ ഞാനാക്കിയത് എൻ്റെ ഏജ് തന്നെയാണ്. കാരണം ഞാൻ അത്രയധികം പഠിച്ചു, ജീവിതം എന്താണ്, ഒരുപാട് ഐ എം ഇമ്മൻസ്ലി റിച്ച് വിത്ത് എക്സ്പീരിയൻസസ്, യു നോ. അത്രയേറെ എക്സ്പീരിയൻസസും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരാളെങ്കിലും എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയാൽ അതെനിക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഒരുപാട് പേരുണ്ട് എനിക്ക് ചുറ്റും 40s കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് കഴിഞ്ഞു. നോ, ഇവിടെ നിന്നാണ് നിങ്ങളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണതെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെൽഫ് ബിലീഫാണ് സത്യമായിട്ടും. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ലിറ്ററേച്ചറാണ്, അപ്പൊ കുറച്ചൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ അതിലൊരു സെന്റൻസ് ഉണ്ട്, ദ യൂണിവേഴ്സ് ഇൻസൈഡ് യു ഹാസ് ദ പവർ ടു എംപവർ ദ യൂണിവേഴ്സ് ഔട്ട്സൈഡ് യു എന്നുള്ളത്. അതിലാണ് ഞാൻ എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിന് നമ്മൾ വിശ്വസിച്ച് തുടങ്ങുക. ആ വിശ്വാസമാണ്, ആ ബിലീഫ്, സെൽഫ് ബിലീഫിലുള്ള ഒരു വിശ്വാസമാണ് എന്നെ ഇന്ന് ഇങ്ങനെ ഇരുത്തിയിട്ട് സംസാരിക്കാൻ പോലും ഏബിൾ ആക്കിയിട്ടില്ല. കാരണം ഞാൻ സ്പീക്കിംഗ് സ്കില്ലിൽ അത്ര പെർഫെക്റ്റ് അല്ല. റൈറ്റിംഗ് ആണ് എനിക്ക് ഓക്കെ. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചാലഞ്ച് ചെയ്യണമായിരുന്നു എന്നെ. ഞാൻ ഈ ക്യാമറ അല്ലെങ്കിൽ ലൈറ്റ് ഇതെല്ലാം കാണുമ്പോൾ ഞാൻ സ്റ്റക്കായി പോകും. സോ ഐ ഡിസൈഡഡ് ടു ചാലഞ്ച് മൈസെൽഫ്. അങ്ങനെ സ്ലോലി ഐ സ്റ്റാർട്ടഡ് പോളിഷിങ് മൈസെൽഫ്. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഗ്രേറ്റ് ടു സീ. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഫെമിനിസം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിമൻ എംപവർമെന്റ്. എനിവേ, വെരി ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. സോ ഇത്രയും നമ്മൾ ഇവിടെ ഒരു സെൽഫ് ബിലീഫിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ആൻഡ് നിങ്ങളുടെ തന്നെ ഓർഗനൈസേഴ്സിൽ നിന്നും ഞാൻ അറിഞ്ഞു ഡോക്ടർ ചാന്ദിനി ഇതിനു മുമ്പ് ഒരുപാട് പേജൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്രൗൺ കിട്ടിയിട്ടില്ല. യെറ്റ് യു ഡിഡ് നോട്ട് ഗിവ് അപ്പ്. വൈ? ബിക്കോസ് ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. സ്വയം ചലഞ്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തന്നെ പറയാം. സ്വാഭാവികമായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വന്നത് സിഗ്നിഫിക്കൻറ്റിൻ്റെ മിസ് കേരളയിലേക്കാണ് ആദ്യത്തെ. അതൊരു തുടക്കം മാത്രമായിരുന്നു. ലൈക്ക് അത് ഇതുപോലെ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. മലയാള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻവയോൺമെന്റ് സയൻസ് ആണ് ഡോക്ടറേറ്റ്. ഓൾസോ ഐ ആം ഡൂയിങ് ചീഫ് മിനിസ്റ്റർ നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോ അറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം. ലൈക്ക് ദാറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിസർച്ചേഴ്സിന് ഈ ഫാഷൻ ഒരത്ര പിടിപ്പുള്ള ഒരിക്കലും മീറ്റ് ചെയ്യാത്ത രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചസ്. എങ്ങനെ ഇത് എന്നെ എടുക്കുമോ? കാരണം എൻ്റെ തല മുഴുവൻ സയൻസാണ്, എൻ്റെ ബ്രെയിൻ മുഴുവൻ സയൻസാണ്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഞാൻ മോഡൽ. പക്ഷെ ചെറുപ്പം മുതലേ എൻ്റെ ചിറ്റപ്പൻ എന്നെ എപ്പോഴും ഫോട്ടോ എടുക്കും. ആ ചിറ്റപ്പൻ ക്യാമറമാനാണ്. അപ്പോൾ ചിറ്റപ്പൻ്റെ ഒരു കുഞ്ഞു മോഡലായിരുന്നു ഞാൻ. എപ്പോഴും ചെറുപ്പം മുതലേ പുള്ളിക്ക് പോസ്റ്റ് ചെയ്ത് ശീലിച്ച് വലുതായപ്പോഴേക്കും ഇതൊരു ഡ്രീമായിട്ട് അവിടെ കിടക്കുകയാണ്. പക്ഷെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് കിട്ടി പോയാൽ പോയി ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഓഫ്കോഴ്സ് അത് ഒരു വലിയ എന്താ പറയുക, പിന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് അപ്പോൾ തന്നെ ഗ്രാബ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയ അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്തു. ഓഫ്കോഴ്സ് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് ഫൈനലിസ്റ്റ് ആയിരുന്നു, മിസ്സസ് കേരള ഫൈനലിസ്റ്റ് ആയിരുന്നു. സെക്കൻഡായിട്ട് സ്റ്റാർ ലേഡി ഓഫ് കേരളയിൽ കയറി. അവിടെ ഞാൻ 4th റണ്ണറപ്പ് ആയിരുന്നു, ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ ഇൻ കേരള. ആഫ്റ്റർ ദാറ്റ് I went to South India, so I got the Star Lady title. ബിക്കോസ് നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഇതൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് മാത്രമാണ്. ശരിക്കും ഓരോ പെൺകുട്ടിക്കും അവളുടെ ലൈഫിൽ ഓരോ ഏജസ്, ഇപ്പോൾ ടിൻറ്റു പാൻ പറഞ്ഞ പോലെ ഓരോ ഏജിലും വരുന്നത് അത് ചാടിക്കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിന് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ബിലീവ്. അതുപോലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എല്ലാവരോടും കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഫസ്റ്റ് ചാൻസ് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചാൻസ് പിന്നെ കിട്ടില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് എപ്പോഴാണ് ഏതൊരു കാലഘട്ടത്തിലും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ആ ചാൻസ് നിങ്ങളെ തേടുന്നത്. അത് ചൂസ് ചെയ്ത് അത് കിട്ടിയില്ല നമുക്ക് പിന്നെ വരാൻ വേണ്ടി വരും. ഒരു ചാൻസസും നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുക ചെയ്യുന്നത്. ആരും നമുക്ക് ഇങ്ങോട്ട് ഒന്നും കൊണ്ടുതരില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ചെന്നു, എനിക്ക് കിട്ടി. ഓക്കെ. അർപ്പിത മാഡം എന്തായിട്ടാണ് വർക്ക് ചെയ്തത്? അപ്പാർട്ട് ഫ്രം ഞാൻ വർക്കിംഗ് അല്ല, ഞാൻ സ്റ്റഡിങ് ആണ്. ഞാൻ ലോ സ്റ്റുഡൻ്റ് ആണ്. അപ്പം
എൻ്റെ കുഞ്ഞിലെ മുതലുള്ള എനിക്ക് ഡാൻസ് പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ ഫോട്ടോഷൂട്ട്സ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇന്ന് മിസ് സൗത്ത് ഇന്ത്യയുടെ സ്റ്റേജ് വരെ ഞാൻ എത്തിയത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഓക്കെ ഫാമിലി എല്ലാ സപ്പോർട്ടിനുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ എത്തിയെന്ന് വിചാരിക്കാം. പക്ഷേ ഒരു ലക്ക് ബേസിലോ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഒട്ടും സപ്പോർട്ട്, ഒരു ഡാൻസിന് പോകുന്നത് പോലും ഭയങ്കര മോശമാണ് എന്ന് കരുതിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടായിരുന്നു എൻ്റെത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ മോഡലിങ്ങിലോട്ട് വരുന്നത്. വെറും ഈസി വേ അല്ല ഇങ്ങോട്ട് വരിക. നമ്മുടെ ക്രിയേറ്റർ നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ. അപ്പം നമ്മൾ തന്നെ അതിൽ നിന്ന് മൂവ് ഔട്ടായിട്ട് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് വരിക. വേറൊരാൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് വരുന്നതോ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. അപ്പം എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറിയിലൂടെ ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആവാൻ പറ്റണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പാർട്ട് ഫ്രം മൈ ലോ സ്റ്റുഡൻറ്റ് ജേർണി അതിനെ. ഓക്കെ, അപ്പം ഇത്രയും ഓപ്പോസിറ്റിൽ നിന്നിരുന്ന ഫാമിലീസിനെ എങ്ങനെ പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? ഇനി അവരുടെ ഒരു എതിർപ്പിനെ മറികടന്ന് വരുമായിരുന്നോ? എങ്ങനെയായിരുന്നു അബൌട്ട് യുവർ ജേർണി ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പെർഫെക്റ്റ് വുമൺ എന്നുള്ളൊരു ഇതുണ്ട്. അതിപ്പോൾ നമ്മുടെ സൊസൈറ്റി ഫാമിലി എല്ലാം കൺസെപ്റ്റിലും ഉണ്ട്. ആ ഒരു വുമണായിട്ട് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നോക്കിയത്, മറ്റാരെ സാറ്റിസ്ഫൈ ചെയ്യാനല്ല നോക്കിയത്. എൻ്റെ ലൈഫാണ്, എൻ്റെ ലൈഫിൻ്റെ ക്രിയേറ്റർ ഞാനാണ്. അങ്ങനെ ഞാൻ തന്നെ അതിനെ മറികടന്ന് വരുമായിരുന്നു. അവരൊക്കെ ക്രൗണൊക്കെ കെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്തു. അല്ലാതെ അതിനു മുമ്പ് അക്സെപ്റ്റ് ചെയ്തു, കുറച്ചൊക്കെ പേരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും പണ്ടത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പേരൻസ് ഒക്കെ സപ്പോർട്ടീവ് ആണോ? ഇപ്പോൾ ഇത് ക്രൗണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് എനിക്ക് പാജൻറ്റ് ഭയങ്കര ഒരു യൂസ്ഫുള്ളായി എൻ്റെ ജേർണിയിൽ. അതിന് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻ്റോടെ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അതുകൊണ്ട് എപ്പോഴും. ഓക്കെ.